MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോർട്ടോറിക്കോ റിപ്പബ്ലിക്കൻ ഹിതപരിശോധന 80% വോട്ടോടെ റോംനി ചരിത്ര വിജയം. 2008 അപേക്ഷിച്ച് ഇലക്ഷൻ ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒബാമ പിറകിലെന്ന റിപ്പോർട്ട്. രാജ്യത്തെ പെട്രോളിയം വില സർവകാല റെക്കോർഡ്. അരിസോണയിൽ കനത്ത മഞ്ഞുവീഴ്ച. ഇന്റർസ്റ്റേറ്റ് ഹൈവേകൾ പൂട്ടി. ഞാൻ അരവിന്ദ്. വാർത്തകൾ വിശദമായി. പോർട്ടോറിക്കോ റിപ്പബ്ലിക്കൻ ഹിതപരിശോധനയിൽ 80% വോട്ട് നേടി റോംനി ചരിത്ര വിജയത്തിൽ. ഇതോടെ ഇവിടെ നിന്നുള്ള 20 പ്രൈമറി ഡെലിഗേറ്റ്സുകൾ റോംനിക്ക് സ്വന്തം. മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 80% എണ്ണിത്തീർന്നപ്പോൾ പോർട്ടോറിക്കോ പ്രൈമറി ഹിതപരിശോധനയിൽ 83.4% വോട്ട് നേടി റോംനി ചരിത്ര വിജയം കുറിച്ചു. രണ്ടാം സ്ഥാനത്തുള്ള സാന്റോറത്തിന് 8% വോട്ടുകൾ കിട്ടി. ഇതോടെ പോർട്ടോറിക്കോയിൽ നിന്നുള്ള 20 ഡെലിഗേറ്റ്സിന്റെയും അവകാശി റോംനിയായി. ഈ മത്സരം കൂടി കഴിഞ്ഞതോടെ നാളെ നടക്കുന്ന ഇലിനോയി ഹിതപരിശോധനയിലേക്കായി സ്ഥാനാർത്ഥികളുടെ നോട്ടം. മുൻ ഹൗസ് സ്പീക്കർ കൂടിയായ ഗിംഗ്റിച്ചിന് ഇവിടെ 2% പേരുടെ പിന്തുണ നേടി. എന്നാൽ റോൺ പോളിന്റെ സ്ഥിതി 1% നിന്നു. ഇവിടെ ഹിതപരിശോധന നടക്കുമ്പോൾ തന്നെ 4 റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളും തങ്ങളുടെ പ്രവർത്തനം മുഴുവനും അടുത്ത പോരാട്ടം നടക്കുന്ന ഇലിനോയിയിലും ലൂസിയാനയിലും കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച ഇലിനോയിയിലും ശനിയാഴ്ച ലൂസിയാനയിലും ഹിതപരിശോധനകൾ നടക്കും. ഈ വിജയം കൂടിയായതോടെ 1144 എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന റോംനിയുടെ പിന്തുണ 518 എത്തി. സാന്റോറത്തിന് 239, ഗിംഗ്റിച്ചിന് 139, റോൺ പോളിന് 69 പേരുടെ പിന്തുണയുണ്ട്. ലൂസിയാനയിൽ വിജയം പ്രതീക്ഷിക്കുന്നതായി സാന്റോറം അനുകൂലികൾ പറയുന്നു. ഇലിനോയിലെ വിജയം റോംനിയും കണക്കുകൂട്ടുന്നു. പോർട്ടോറിക്കോയിൽ റോംനിക്ക് കിട്ടിയ പിന്തുണയ്ക്ക് പിന്നിൽ ഇവിടുത്തെ ഗവർണർ ലൂയിസ് ഫോർട്യൂണയുടെ പങ്ക് വളരെ വലുതാണ്. എന്തായാലും ഇനി നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളും ശുഭപ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഒക്യുപ്പൈ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭത്തിന്റെ 6ാം മാസത്തിനോടനുബന്ധിച്ച് ലോവർ മാൻഹട്ടനിൽ നടന്ന പ്രകടനത്തിന് നേരെ പോലീസ് നടപടി. 74 പ്രക്ഷോഭകർ പോലീസ് കസ്റ്റഡിയിൽ. ചരിത്രം തിരുത്തിയ ഒക്യുപ്പൈ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം ആരംഭിച്ചിട്ട് 6 മാസം തികയുന്നു. ഇതിന്റെ ഭാഗമായി ലോവർ മാൻഹാട്ടനിലെ സുക്കോട്ടി പാർക്കിലേക്ക് പ്രക്ഷോഭ മാർച്ച് നടന്നു. സുക്കോട്ടി പാർക്ക് പിടിച്ചെടുക്കാൻ പ്രക്ഷോഭകാരികളുടെ ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു. പാർക്ക് വിട്ടൊഴിയാൻ കൂട്ടാക്കാത്ത 74 പ്രക്ഷോഭകാരികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതായി മാൻഹാട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണിയുടെ ഓഫീസ് അറിയിച്ചു. ഞങ്ങളാണ് 99% എന്ന മുദ്രാവാക്യങ്ങളോടെ എത്തിയ 100 കണക്കിന് പ്രക്ഷോഭകാരികൾ പാർക്കിൽ ടെന്റുകൾ ഉയർത്താൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രക്ഷോഭകാരികളിൽ ചിലർ അറസ്റ്റിന് വിസമ്മതിച്ചു. മറ്റു ചിലർ ശാന്തരായി അറസ്റ്റ് വരിച്ചു. രാജ്യത്തെ സാമ്പത്തിക അരാജകത്വത്തിനും ഉയർന്ന തൊഴിലില്ലായ്മയ്ക്കുമെതിരെ 6 മാസം മുമ്പ് വളരെ കുറച്ച് ചെറുപ്പക്കാർ തുടങ്ങിയ സമരം പിന്നീട് രാജ്യമെമ്പാടും കാട്ടുതീ പോലെ പടരുകയായിരുന്നു. ആദ്യം ശാന്തഭാവത്തിൽ തുടങ്ങിയ സമരം പിന്നീട് ശക്തി പ്രാപിച്ചു. സമരത്തിന് പിന്തുണയായി കിട്ടിയ കണക്കില്ലാത്ത പണം ശക്തിയായി. എന്നാൽ നേതൃത്വത്തിന്റെ പണക്കുതി സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനത്തിന് കാരണമാക്കി. ഇത് പലയിടങ്ങളിലെയും സമരത്തെ ഇല്ലായ്മ ചെയ്തു. നഗരഹൃദയങ്ങളിൽ ടെന്റ് കെട്ടി നടത്തുന്ന സമരം അധികാരികളെയും വിഷമവൃത്തത്തിലാക്കി. ഇത് കടുത്ത പോലീസ് നടപടികൾ വരുത്തിവെച്ചു. ഇതും സമരത്തിന്റെ നാശത്തിന് കാരണമായി. ഇന്നും നാമമാത്രമായെങ്കിലും വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം രാജ്യത്ത് നടക്കുന്നുണ്ട്. 6 മാസം പിന്നിടുമ്പോൾ സമരാവേശം ഒട്ടും ചോർന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ സുക്കോട്ടി പാർക്കിലേക്ക് നടന്ന പ്രകടനം കാരണമാക്കി എന്ന് വേണം പറയാൻ. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനായി നടന്ന സമരത്തെ അധികാരികൾ അടിച്ചമർത്തിയെങ്കിലും മുതലാളിത്ത രാജ്യത്തെ മുൾമുലയിൽ നിർത്തിയ കുറച്ച് നാളുകൾ എന്നാണ് ചരിത്രം ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2008 അപേക്ഷിച്ച് ഇലക്ഷൻ ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒബാമ പിന്നിലാണെന്ന് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി മാസത്തിൽ $45 മില്യൺ സംഭരിക്കാനേ ഒബാമയ്ക്കായുള്ളൂ. ഒബാമയുടെ ഇലക്ഷൻ ഫണ്ട് സമാഹരണം മുൻ പ്രാവശ്യത്തെക്കാൾ മന്ദഗതിയിലാണെന്ന് റിപ്പോർട്ട്. ഇത് തുടർച്ചയായ 2ാം മാസത്തിലാണ് ഒബാമ തെരഞ്ഞെടുപ്പ് പണസമാഹരണത്തിൽ തന്റെ മുൻ റെക്കോർഡിന് പിന്നിലാകുന്നത്. ഒബാമയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരകൻ തിങ്കളാഴ്ച പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ഫെബ്രുവരി മാസത്തിൽ $45 മില്യൺ ഇവർക്ക് സമാഹരിക്കാനായത്. ഒബാമ ഫോർ അമേരിക്ക, ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റി എന്നീ അക്കൗണ്ടുകളിലൂടെയും ജോയിന്റ് അക്കൗണ്ടുകളായ ഒബാമ വിക്ടറി, സ്വിംഗ് സ്റ്റേറ്റ് വിക്ടറി എന്നീ അക്കൗണ്ടുകളിലൂടെയുമാണ് തെരഞ്ഞെടുപ്പ് പണസമാഹരണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇതേ കാലയളവിൽ 2008 ഒബാമയ്ക്ക് സംഭരിക്കാനായത് $56 മില്യൺ. കഴിഞ്ഞ ആഴ്ച നടന്ന അഭിപ്രായ സർവേകളിൽ
ഒബാമയുടെ ജനപ്രിയത കുറഞ്ഞതിനെ തുടർന്ന് ഒബാമയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ മാനേജർ ജിം മെസീന നടത്തിയ പ്രസ്താവനയിൽ മിറ്റ് റോംനെയെ കുറച്ചു കാണരുതെന്നും ഇലക്ഷൻ ജയിക്കുവാൻ വേണ്ടി അദ്ദേഹം എത്ര പണം ചെലവഴിക്കാനും എന്തു വാഗ്ദാനം നൽകാനും മടിക്കാത്തവനുമാണെന്നാണ് വിശേഷിപ്പിച്ചത്. ഈ മാസം ആദ്യം മെസീന തന്റെ ഇമെയിൽ സന്ദേശത്തിൽ പറഞ്ഞത് ഒബാമയുടെ അനുയായികൾ കെണിയിൽപ്പെട്ടിരിക്കുകയാണെന്നും പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ കാത്തിരിക്കുകയാണെന്നുമാണ്. പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമായ ശേഷമേ അവർ സംഭാവന നൽകുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജനുവരി മാസത്തിൽ ഒബാമയും അനുയായികളും ചേർന്ന് $29 മില്യൺ തെരഞ്ഞെടുപ്പിനായി സംഭരിച്ചത്. എന്നാൽ 2008 ഇതേ കാലയളവിൽ $36 മില്യൺ അദ്ദേഹത്തിന് സംഭരിക്കാനായത്. ഒബാമയ്ക്ക് കിട്ടിയ സംഭാവന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതലാണെങ്കിലും സ്വതന്ത്ര റിപ്പബ്ലിക്കൻ സംഘടനകൾ പിരിച്ച 100 കണക്കിന് മില്യൺ തങ്ങളുടെ ഉറക്കം കെടുത്തുന്നതെന്ന് ഡെമോക്രാറ്റുകളുടെ അഭിപ്രായം. 3,48,000 പേരാണ് ഫെബ്രുവരി മാസത്തിൽ ഒബാമയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഭാവന നൽകിയത്. ഇതിൽ 1,05,000 പേർ ആദ്യമായാണ് സംഭാവന നൽകുന്നത്. 1.5 മില്യൺ പേരാണ് ഇതുവരെ 2012 ഇലക്ഷനു വേണ്ടി ഒബാമയ്ക്ക് സംഭാവന ചെയ്തത്. ഓരോരുത്തരും ശരാശരി $59 സംഭാവന നൽകിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സെന്റ് പാട്രിക് ദിനാഘോഷത്തിനിടെ കാനഡയിലുണ്ടായ അക്രമത്തിൽ $1 ലക്ഷം നാശനഷ്ടം. 11 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സെന്റ് പാട്രിക് ദിനാഘോഷങ്ങൾക്കിടെ കാനഡയിൽ അക്രമം. ആഘോഷങ്ങളുടെ ഭാഗമായി കനേഡിയൻ പട്ടണമായ ഒണ്ടാരിയോയിൽ തടിച്ചുകൂടിയ ജനങ്ങളിൽ ചിലർ നടത്തിയ ആക്രമണങ്ങളാണ് ആഘോഷത്തിന്റെ നിറം കെടുത്തിയത്. ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങളിൽ നല്ലൊരു പങ്കും വിദ്യാർത്ഥികളടക്കമുള്ള യുവാക്കളായിരുന്നു. ആഘോഷങ്ങൾ നടക്കുമ്പോൾ തന്നെ ചിലർ ചില്ലറ അക്രമങ്ങളുമായി സജീവമായി. ഇത് തടയാനുള്ള പോലീസിന്റെ ശ്രമം പിന്നീട് തീവയ്പിലേക്കും കല്ലേറിലേക്കും നീങ്ങുകയായിരുന്നു. ഏകദേശം 17ഓളം പോലീസ് വാഹനങ്ങൾ അക്രമത്തിൽ തകർന്നിട്ടുണ്ട്. ഒരു മാധ്യമത്തിന്റെ വാഹനവും അക്രമികൾ അഗ്നിക്കിരയാക്കി. പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന നിരവധി ടെലിവിഷൻ സെറ്റുകൾ ഇവർ എറിഞ്ഞു തകർത്തു. മദ്യപിച്ച നിരവധി യുവാക്കളാണ് അക്രമത്തിന് പിന്നിൽ. ഇവർ പോലീസിനെതിരെ കല്ലുകളും ബിയർ കുപ്പികളും എറിഞ്ഞു. നിരന്തരം പോലീസിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന ഇവരുടെ അക്രമത്തിൽ ഏതാണ്ട് $1 ലക്ഷം നാശനഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. അക്രമങ്ങൾക്ക് ഉത്തരവാദിയായ 11 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ പെട്രോളിയം വില സർവകാല റെക്കോർഡിൽ. അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും 1 ഗാലൻ പെട്രോളിന് $4 മുകളിലെത്തി. തുടർച്ചയായ 10ാം ദിവസവും അമേരിക്കയിൽ പെട്രോൾ വിലയിൽ വർധന. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ദേശീയ വ്യാപകമായി 1 ഗാലൻ പെട്രോളിന് $3.842 2008 ജൂലൈയിലുണ്ടായ $4.114 ശേഷമുള്ള വലിയ വിലയാണ് ഇപ്പോൾ പെട്രോളിനുണ്ടായിരിക്കുന്നത്. വാഹന ഏജൻസിയായ AAA നടത്തിയ സർവേയിലാണ് ഈ കുതിച്ചുകയറ്റം പ്രകടമായത്. 2012 മാത്രം രാജ്യത്തെ പെട്രോൾ വിലയിൽ 17% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മാസം മുമ്പ് 1 ഗാലൻ പെട്രോളിന്റെ വില $3.54 ആയിരുന്നു. ഇത് മാർച്ച് 9-ലെത്തിയപ്പോൾ വില ഉയർന്ന $3.76 ഇതിനുശേഷവും വില ഉയർന്നു തന്നെ പോവുകയായിരുന്നു. അലാസ്ക, കാലിഫോർണിയ, ഹവായ്, ഇലിനോയി, ന്യൂയോർക്ക്, വാഷിംഗ്ടൺ തുടങ്ങി രാജ്യത്തെ പ്രധാനപ്പെട്ട 7 സ്റ്റേറ്റുകളിൽ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന് $4 മുകളിലാണ് 1 ഗാലൻ പെട്രോളിന് ഇപ്പോഴുള്ള വില. ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയയിൽ ഇത് 4.48 എന്ന റെക്കോർഡ് വിലയിലാണ് കച്ചവടം നടത്തുന്നത്. മിഷിഗൺ, നെവേദ, ഒറിഗോൺ, വിസ്കോസിൻ തുടങ്ങിയ സ്റ്റേറ്റുകളിൽ പെട്രോൾ വില $4 എത്തിക്കൊണ്ടിരിക്കുകയാണ്. വയോമിംഗിലാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പെട്രോൾ വില ഇപ്പോഴുള്ളത്. ഇവിടെ $3.43. ഇറാനുമായുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് എണ്ണ വ്യാപാരം കുറഞ്ഞതു മുതലാണ് രാജ്യത്തെ പെട്രോൾ, ഗ്യാസ് വിലകൾ വർദ്ധിച്ചു തുടങ്ങിയത്. രാജ്യത്തെ സാമ്പത്തിക നിലയിൽ വന്ന ഉയർച്ചയും ഈ വില വർധനവിന് പിന്നിൽ പ്രവർത്തിച്ചതായാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. ഉയർന്ന ഇന്ധനവില ഒബാമയുടെ ജനപ്രീതിയിൽ വൻ കുറവ് വരുത്തിയതായാണ് കണക്കുകൾ പറയുന്നത്. ഈ പ്രശ്നം നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെയും ചൂടുപിടിപ്പിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. പിടിച്ചു നിർത്താൻ കഴിയാത്ത ഇന്ധനവില ഒബാമയുടെ കഴിവുകേടെന്നാണ് റിപ്പബ്ലിക്കൻ നേതാക്കളുടെ നിഗമനം. രാജ്യത്തെ ഇന്ധനവില $2.5 ആക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന ഗിംഗ്റിച്ചിന്റെ പ്രസ്താവന ഇതിനെ രാഷ്ട്രീയ വിഷയം കൂടിയാക്കി. നിരന്തരം ഉയരുന്ന ഇന്ധനവില സാധാരണക്കാരെ ഏറെ വലയ്ക്കുകയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അമേരിക്കയിലെ സ്കൂളുകളിൽ നിന്നും കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറയുന്നതായി റിപ്പോർട്ട്. വിജയശതമാനം 90-ലെത്തിക്കാൻ അധികൃതരുടെ ശ്രമം. അമേരിക്കയിലെ സ്കൂളുകളിൽ നിന്നും കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറയുന്നതായി റിപ്പോർട്ട്. അമേരിക്കയിൽ 60% കുട്ടികളെങ്കിലും ജയിക്കാത്ത ഹൈസ്കൂളുകളെ ഡ്രോപ്പ് ഔട്ട് ഫാക്ടറി എന്നാണ് വിളിക്കുന്നത്. ഇത്തരം ഡ്രോപ്പ് ഔട്ട് ഫാക്ടറികളുടെ എണ്ണമാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞതായി വാഷിംഗ്ടണിൽ ഈ ആഴ്ച നടന്ന ബിൽഡിംഗ് എ ഗ്രേറ്റ് നാഷൻ സമ്മേളന റിപ്പോർട്ടിൽ പറയുന്നത്. പഠിക്കുന്ന കുട്ടികളുടെ 60%ത്തെയും പാസ്സാക്കാൻ കഴിയാത്ത ഹൈസ്കൂളുകളുടെ എണ്ണം
2009 1634 ഇത് 2010 1550 കുറഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത്. അമേരിക്കയിലെ വിദ്യാർത്ഥികളിൽ 4/1 പേർ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2020 ആകുന്നതോടെ 90% കുട്ടികൾക്കും ഹൈസ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന ഉദ്ദേശത്തോടെയാണ് ഗ്രാഡ് നാഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വിസ്കോസിൻ സ്റ്റേറ്റിന് മാത്രമേ ഈ ലക്ഷ്യം കൈവരിക്കാനായുള്ളൂ. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയവരിൽ ഒരാളായ റോബർട്ട് ബാൽഫാൻസിന്റെ അഭിപ്രായത്തിൽ നിരവധി സ്കൂളുകൾ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും 2020 ഉദ്ദേശ ലക്ഷ്യം സബലീകരിക്കാനാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളെ ഒബാമ സർക്കാർ ഗ്രാന്റുകൾ നൽകി സഹായിച്ചതും നില മെച്ചപ്പെടുത്താത്ത സ്കൂളുകൾ അടച്ചുപൂട്ടിയതും കഴിവില്ലാത്ത ഉദ്യോഗസ്ഥരെ സ്കൂളുകളിൽ നിന്ന് മാറ്റിയതുമാണ് ഹൈസ്കൂളുകളുടെ നില മെച്ചപ്പെടുത്താൻ സഹായിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ വാദത്തെ വിമർശിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളുടെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതെന്നാണ്. 2020 90% വിജയം രാജ്യത്തെ മുഴുവൻ ഹൈസ്കൂളുകളിലും ഉണ്ടാക്കണമെങ്കിൽ ഏറെ പ്രയത്നിക്കേണ്ടി വരുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അരിസോണയിൽ 2 ദിവസമായി തുടരുന്ന മഞ്ഞുവീഴ്ച കാരണം ഇന്റർസ്റ്റേറ്റ് 40 ഹൈവേ തൽക്കാലത്തേക്ക് പൂട്ടി. കനത്ത മഞ്ഞുവീഴ്ച ജനജീവിതം നിശ്ചലമാക്കിയിരിക്കുകയാണ്. തണുത്ത കാറ്റും കനത്ത മഞ്ഞുവീഴ്ചയും കാരണം അരിസോണയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഞായറാഴ്ചയാണ് അരിസോണയിൽ 180 മൈൽ ദൂരത്തിൽ ഇന്റർസ്റ്റേറ്റ് 40 റോഡ് അധികൃതർ അടച്ചിട്ടത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെയാണ് ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ അരിസോണയിലെ കിങ്മാൻ മുതൽ കിഴക്ക് വിൻസ്ലോ വരെയാണ് ഹൈവേ അടച്ചിട്ടിരിക്കുന്നത്. ഇതിൽ ഫ്ലാഗ്സ്റ്റാഫ് സിറ്റിയും ഉൾപ്പെടുമെന്നാണ് അരിസോണ ഹൈവേ പട്രോൾ സൂപ്പർവൈസർ ഡേവിഡ് ബെക്ക് അറിയിച്ചത്. അരിസോണ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസിന്റെ വെബ്സൈറ്റ് പ്രകാരം ഫ്ലാഗ്സ്റ്റാഫ് സിറ്റിക്ക് തെക്കുള്ള ഇന്റർസ്റ്റേറ്റ് 70 ഹൈവേയുടെ ചില ഭാഗങ്ങളും അധികൃതർ അടച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലത്തെ കണക്കുകൾ പ്രകാരം ഫ്ലാഗ്സ്റ്റാഫിലെ 6900 അടി പ്രദേശത്ത് 10 മുതൽ 14 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ചയാണ് ഉണ്ടായതെന്ന് നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. പ്രസ്കോട്ട് സിറ്റിയിലെ മഞ്ഞുവീഴ്ച 8 മുതൽ 12 ഇഞ്ച് വരെയാണ്. എന്നാൽ 7000 അടിക്ക് മുകളിലുള്ള പ്രദേശങ്ങളിൽ 20 ഇഞ്ചോളം മഞ്ഞുവീഴ്ചയാണ് ഉണ്ടായതെന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെ നിഗമനം. നിരവധി റോഡ് അപകടങ്ങളാണ് മഞ്ഞുവീഴ്ച മൂലം ഇന്റർസ്റ്റേറ്റ് 40 ഉണ്ടായത്. എന്നാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വടക്കൻ അരിസോണ യൂണിവേഴ്സിറ്റിയുടെ ഫ്ലാഗ്സ്റ്റാഫ് ക്യാമ്പസിനും കൊക്കോനിനോ കോളേജിന്റെ ഫ്ലാഗ്സ്റ്റാഫ് ക്യാമ്പസിനും തിങ്കളാഴ്ച അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഫ്ലാഗ്സ്റ്റാഫ് യൂണിഫൈഡ് സ്കൂൾ ഡിസ്ട്രിക്റ്റിന്റെ സ്കൂളുകൾക്കും തിങ്കളാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കില്ല. അരിസോണയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് ഞായറാഴ്ച അർദ്ധരാത്രി വരെയാണ് നിലനിൽക്കുന്നത്. കനത്ത മഞ്ഞുവീഴ്ചയെ കൂടാതെ മണിക്കൂറിൽ 30 മൈൽ വേഗതയിലുള്ള കാറ്റും കൂടിയായതിനാലാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നതെന്ന് നാഷണൽ വെതർ സർവീസ് അധികൃതർ പറയുന്നു. വിവാഹബന്ധം വേർപെടുത്തി 1 വർഷത്തിന് ശേഷം പിറന്ന കുട്ടികൾക്ക് മുൻ ഭർത്താവ് ചെലവിന് നൽകണമെന്ന കോടതി വിധി. മസാച്യുസെറ്റ്സ് കോടതിയുടേതാണ് ഈ അപൂർവ വിധിന്യായം. വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം പിറന്ന ഇരട്ടക്കുട്ടികളുടെ ചെലവ് ഭർത്താവ് വഹിക്കണമെന്ന് കോടതി വിധി. ചക്കുദേര ബി ഒക്കോലി എന്നു പേരായ നൈജീരിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരനോടാണ് മസാച്യുസെറ്റ് കോടതി കുട്ടികളുടെ ചെലവ് വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. വിവാഹബന്ധം വേർപെടുത്തി 1 വർഷത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ കൃത്രിമ ബീജസങ്കലനം വഴി ഇരട്ടക്കുട്ടികളുടെ അമ്മയാകുന്നത്. ഗർഭധാരണത്തിനായി ഒക്കോലിയുടെ ബീജം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും ഒക്കോലിയുടെ സമ്മതത്തോടെയാണ് ഈ കൃത്രിമ ബീജസങ്കലനം നടത്തിയതെന്നും അതിനാലാണ് അദ്ദേഹത്തിനോട് കുട്ടികളുടെ ചെലവ് ഏറ്റെടുക്കാൻ കോടതി വിധിച്ചത്. എന്നാൽ തന്റെ പൗരത്വം വെച്ച് മുൻ ഭാര്യ വിലപേശുകയായിരുന്നു എന്നും തന്റെ മേൽ ഏറെ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നുമാണ് ഒക്കോലി പറയുന്നത്. 1991 ബോസ്റ്റണിൽ വച്ചായിരുന്നു ഈ ദമ്പതികളുടെ വിവാഹം. കുട്ടികൾ ഉണ്ടാവാത്തതിനെ തുടർന്ന് കൃത്രിമ ബീജസങ്കലനത്തിന് വേണ്ടി ഫെർട്ടിലിറ്റി ക്ലിനിക്കിനെ സമീപിക്കുകയും ഒക്കോലിയുടെ ബീജം ശേഖരിച്ച് വച്ച ശേഷം അണ്ടത്തിനായി കാത്തിരിക്കവെയാണ് ഇവരുടെ വിവാഹബന്ധം വേർപെട്ടത്. പിന്നീട് അണ്ടം ലഭിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭധാരണം നടത്തുകയായിരുന്നു. ഇതിൽ പിറന്ന ഇരട്ടക്കുട്ടികളുടെ ജീവിത ചെലവിനെക്കുറിച്ചുള്ള തർക്കമാണ് കോടതി വിധിയിലൂടെ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടത്. ഷിക്കാഗോയിലെ ലിറ്റിൽ വില്ലേജിൽ 6 വയസ്സുകാരി വെടിയേറ്റു മരിച്ച സംഭവത്തിൽ 2 കൗമാരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷിക്കാഗോയിലെ ലിറ്റിൽ വില്ലേജിൽ 6 വയസ്സുകാരി വെടിയേറ്റു മരിച്ച സംഭവത്തിൽ 2 കൗമാരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പക മൂലമുള്ള ഏറ്റുമുട്ടലിനിടയിൽപ്പെട്ടാണ് 6 വയസ്സുകാരി അലിയ ഷെൽ മരിക്കാനിടയായതെന്ന് പോലീസ് ഭാഷ്യം. 18 വയസ്സുള്ള ജുവാൻ ബെരാഡയെയും മറ്റൊരു 16-കാരനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ ലാറ്റിൻ കിങ്സ് എന്ന ഗുണ്ടാ സംഘത്തിലെ അംഗങ്ങളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ശനിയാഴ്ച ഉച്ചയോടെയാണ് പെൺകുട്ടി സൗത്ത് സ്പ്രിംഗ്ഫീൽഡ് അവന്യൂവിലെ 3100 ബ്ലോക്കിലെ തന്റെ വീടിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് പിക്കപ്പ് വാനിൽ വന്ന അക്രമകാരികൾ അലിയ ഷെല്ലിനു നേരെ വെടിയുതിർത്തത്. കുട്ടിയെ മൗണ്ട് സിനായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
Like my mom said, we were going to do things together. But she's gone. I just hope she's in a good place. കൊല ചെയ്യപ്പെട്ട അലിയ ഷില്ലിന്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും ലാറ്റിൻ കിങ്സ് എന്ന ഗുണ്ടാ സംഘത്തിന്റെ ശത്രുക്കളായ 2 ബന്ധമുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പ്രകടിപ്പിക്കാൻ അലിയ ഷില്ലിന്റെ കുടുംബാംഗങ്ങൾ വിസമ്മതിച്ചു. ഇനി ഒരിടവേള. അമേരിക്കയിലെ ഏറ്റവും പ്രചാരമുള്ള മലയാള പ്രസിദ്ധീകരണം മലയാളി സംഗമം 10ാം വാർഷികത്തോടനുബന്ധിച്ച് 3ാമത് എഡിഷൻ ടൊറന്റോയിൽ നിന്നും. മലയാളി സംഗമം ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. മലയാളി മെഡിക്കൽ അസോസിയേഷനും കോട്ടയം മെഡിക്കൽ കോളേജ് അസോസിയേഷൻ ഓഫ് UK ചേർന്ന് സംഘടിപ്പിക്കുന്ന സംഗമം 2012 മെഗാ ഈവന്റ് സെപ്റ്റംബർ 14 മുതൽ 16 വരെ ഡാവൻട്രിയിലെ ബാസലോ ഹോട്ടലിൽ വെച്ച് നടക്കും. മാർച്ച് 17 നടന്ന ഇരു സംഘടനകളുടെയും സംയുക്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. പരിപാടിയുടെ വിജയത്തിനായി വിവിധ സംഘാടക സമിതികൾക്കും യോഗം രൂപം നൽകി. കേരളത്തിൽ നിന്നുള്ള വിവിധ താരങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം കൂടി ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും. മലങ്കര സഭയുടെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ അഭിവന്ദ്യ ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പൊലീത്തയുടെ 30ാം അടിയന്തരം ചാറ്റനൂഗ സെന്റ് പോൾസ് ഓർത്തഡോക്സ് ഇടവകയിൽ നടന്നു. ഇടവക വികാരി ഫാദർ ജോൺസൺ പുഞ്ചക്കോണം ഒസ്താത്യോസ് തിരുമേനിയെ അനുസ്മരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ സോളമൻ പി മാത്യു, കൊച്ചുകോശി അബ്രഹാം, ജോർജ് കിളിച്ചുമല, ശോശാമ്മ മാത്യു, മാത്യു സക്കറിയ എന്നിവർ പങ്കെടുത്തു. സ്പെല്ലിംഗ് ബി റീജിയണൽ മത്സരത്തിൽ ഒന്നാമതായി ഒരു മലയാളി. അലൻ സാജു ചെമ്മലക്കുഴി എന്ന 10 വയസ്സുകാരനാണ് ഈ മത്സരത്തിൽ ഒന്നാമതെത്തിയത്. ടെക്സാസ് മക്കാലൻ റീജിയനിൽ നിന്ന് പുറത്തിറങ്ങുന്ന എല്ലാ ഇംഗ്ലീഷ് ദിനപത്രത്തിലും അലൻ ഇടം കണ്ടെത്തി. വാഷിംഗ്ടണിൽ നടക്കുന്ന നാഷണൽ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള ആവേശത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ. അനുമോദനങ്ങളുടെ പ്രവാഹം അലനെ തേടിയെത്തിക്കൊണ്ടേയിരിക്കുന്നു. കാർഡിയാക് സർജൻ ആകണമെന്നാണ് ഈ കുട്ടിയുടെ ആഗ്രഹം. ടെക്സാസ് മക്കാലാനിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന കോട്ടയം ഞീഴൂർ സ്വദേശി സാജു പീറ്റർ ചെമ്മലക്കുഴിയുടെയും കുഞ്ഞുമോൾ സാജുവിന്റെയും ഇളയ പുത്രനാണ് അലൻ സാജു ചെമ്മലക്കുഴി. കൈരളി സ്പോർട്സ് ക്ലബ് ഹാമിൽട്ടന്റെ ആഭിമുഖ്യത്തിൽ മെയ് 12, 13 തീയതികളിൽ കൈരളി എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വോളിബോൾ ആൻഡ് ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തുന്നു. ഒന്റാരിയോയിലുള്ള ഹാമിൽട്ടൺ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ചാണ് ഈ പരിപാടി അരങ്ങേറുന്നത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഏപ്രിൽ 21 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി കേരള ഡെസ്ക്. കേരള നിയമസഭ ഇന്നൊരു പുതിയ ചരിത്രത്തിന് സാക്ഷിയായി. ധനമന്ത്രിയായ KM മാണി തന്റെ 10ാമത്തെ ബജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചത്. 2012-13 വർഷത്തേക്കുള്ള കേരള സർക്കാരിന്റെ ബഡ്ജറ്റ് ഞാൻ അവതരിപ്പിക്കുകയാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ ബജറ്റ് അവതരണം 2 മണിക്കൂർ നീണ്ടുനിന്നു. വികസനത്തിനായി സ്വയം സംരംഭകത്വ വികസനം, പൊതു സ്വകാര്യ പങ്കാളിത്തം തുടങ്ങിയ സപ്തതന്ത്രങ്ങളുമായാണ് മാണി തന്റെ ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 56 ആക്കിയതാണ് ഇന്നത്തെ ബജറ്റിനെ ശബ്ദാനമയമാക്കിയത്. പെൻഷൻ പ്രായം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. എന്നാൽ ആയുർദൈർഘ്യം പരിഗണിക്കുമ്പോൾ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് നമ്മുടെ സംസ്ഥാനം. അതുകൊണ്ട് വിരമിക്കൽ തീയതി ഏകീകരണം പിൻവലിക്കുന്നതിനും പെൻഷൻ പ്രായം 56 സ്ഥിരീകരിക്കുന്നതിനും നിജപ്പെടുത്തലും തീരുമാനിക്കുന്നു. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പത്രങ്ങൾക്ക് ചോർന്നു കിട്ടിയത് സംബന്ധിച്ചായിരുന്നു പ്രതിപക്ഷ ബഹളം തുടങ്ങിയത്. ഇത് പിന്നീട് സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് വരെ എത്തി. ഈ ബജറ്റിലെ ചില സുപ്രധാന നിർദ്ദേശങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാൻ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഹൈടെക് കൃഷിരീതി വ്യാപകമാക്കുമെന്ന പ്രഖ്യാപനവും ബജറ്റിലൂടെ ധനമന്ത്രി നടത്തി. സർക്കാരിന്റെ നെല്ല് സംഭരണം പാളിയത് മൂലം കുട്ടനാട്ടിൽ 5 ലക്ഷം കിൻഡൽ നെല്ല് കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് ധനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം. 3 നാളികേര ബയോ പാർക്കുകൾ സ്ഥാപിക്കും. ഇതിനായി 15 കോടി നീക്കിവെക്കും. ശമ്പള പെൻഷൻ ചെലവുകൾ ക്രമാതീതമായി ഉയരുന്നതായി ബജറ്റ് വിലയിരുത്തി. 20,539 കോടിയാണ് ശമ്പളത്തിനും പെൻഷനുമായി ചെലവഴിക്കുന്നത്. ശമ്പള പെൻഷൻ പരിഷ്കരണത്തെ തുടർന്നുണ്ടായ അധിക ബാധ്യതയും ട്രഷറിയിൽ നിന്നും അസാധാരണമായ പണമൊഴുക്കിന് കാരണമായിട്ടുണ്ട്.
റവന്യൂ വരുമാനത്തിൽ 19% വർധനവുണ്ടായി. റവന്യൂ കമ്മി 1.8% കുറയ്ക്കേണ്ടതുണ്ട്. പദ്ധതിയിതര ചെലവ് 30% ഉയർന്നു. ആഗോള പ്രതിസന്ധി നേരിടാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു. കൊച്ചി മെട്രോയ്ക്ക് 150 കോടിയും തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ പാതയ്ക്ക് 50 കോടിയും അനുവദിച്ചു. കോഴിക്കോട് മോണോ റെയിലിന് 20 കോടിയും വിഴിഞ്ഞം തുറമുഖത്തിന് 224 കോടിയും വകയിരുത്തി. റോഡ് നികുതി വർദ്ധിപ്പിച്ചു. സ്വകാര്യ വാഹനങ്ങളുടെ റോഡ് നികുതി വാഹനത്തിന്റെ വില നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പുകയില ഉൽപ്പന്നങ്ങൾ, വിദേശ മദ്യം, പാൻ മസാലകൾ, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എന്നിവയ്ക്ക് വില കൂടും. തുണി ബാഗുകൾ, കാലിത്തീറ്റ, ചുക്ക് കാപ്പിപ്പൊടി, എണ്ണ, മൈദ, ടിന്നിലടച്ച ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ വില കുറയും. ഉഴുന്ന്, പയർവർഗ്ഗങ്ങൾ, കടല, വറ്റൽമുളക് എന്നിവയുടെ നികുതി 1% കുറച്ചു. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഉറവിട മാലിന്യ പദ്ധതി നടപ്പിലാക്കും. ഇതിനായി 100 കോടി രൂപ നീക്കിവെക്കും. ഇടുക്കിയിലും വയനാട്ടിലും വിമാനത്താവള സാധ്യതാ പഠനം നടത്തും. ഇതിനായി 50 ലക്ഷം നീക്കിവെച്ചു. പത്രപ്രവർത്തക പെൻഷൻ 4500 രൂപയായി വർദ്ധിപ്പിച്ചു. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി, ഇതിനായി 1 കോടി രൂപ അനുവദിച്ചു. ആമ്പല്ലൂർ ഇലക്ട്രോണിക് പാർക്കിന് 20 കോടി. വികലാംഗ വാർദ്ധക്യ പെൻഷൻ കൂട്ടി. കണ്ണൂർ വിമാനത്താവളത്തിന് 50 കോടി. വിമാനത്താവളമില്ലാത്ത ജില്ലകളിൽ എയർ സ്ട്രിപ്പുകൾ. വിധവകളായ സ്ത്രീകളുടെ പെൺമക്കൾക്ക് വിവാഹ സഹായം 20,000 രൂപയാക്കി. കുട്ടനാട് പാക്കേജ് വികസനത്തിന് 165 കോടി. കയർ കേരള 2012 2 കോടി. മലപ്പുറത്ത് എഡ്യു ഹെൽത്ത് സിറ്റി തുടങ്ങും. കൈത്തറി മേഖലയ്ക്ക് 76 കോടി. കടൽ സുരക്ഷാ പദ്ധതിക്ക് 2 കോടി. കപ്പൽ ഗതാഗത നയം രൂപവൽക്കരിക്കും. പത്തനംതിട്ട കോന്നിയിൽ KSRTC ഡിപ്പോ. KSRTCക്ക് പുനരുജ്ജീവന പദ്ധതി. KSRTC സ്റ്റാൻഡുകളിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന. വയനാട് ചുരം സമാന്തര ബൈപ്പാസിന് 5 കോടി. ഇളനീർ കേരളത്തിന്റെ ഔദ്യോഗിക പാനീയമാക്കി തുടങ്ങി പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ നീളുന്നു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ പദ്ധതികൾ ആവിഷ്കരിക്കും തുടങ്ങി കേരളത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിച്ചതായിരുന്നു ഇത്തവണത്തെ ബജറ്റ്.